ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനെന്ന് ചെയ്യാൻ പോണത് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ, സ്റ്റേഷനറി സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാനാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഈ ഡയറിയാണ്. ഡയറി നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, ഈ രണ്ട് ഡയറി. ഇതിനകത്ത് ഞാൻ പിങ്ക് ഡയറിയിലാണ് ജേണൽ ചെയ്തിട്ടുള്ളത്. പർപ്പിൾ ഡയറിയിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കവർ പോലും ഞാൻ കളഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ രണ്ടാമത് ജേണൽ സ്റ്റിക്കറൊക്കെ ഞാൻ ഉണ്ടാക്കിയത് പ്രിൻ്റ് എടുക്കാൻ കിട്ടുമല്ലോ, ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് കുറേ 2-3 ദിവസം ഇത് കട്ട് ചെയ്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട്ടിങ്ങിലായിരുന്നു. ഇത് ഇത്രയും ചെയ്തേനെ. ഇനി ഇരിക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് ഒട്ടിക്കണം ഇനിയും. പിന്നെ അത് 2 പറഞ്ഞു പോയിട്ടുണ്ടായത് ഞാൻ എപ്പോഴും അറിയണം. അപ്പോൾ ഒരെണ്ണം താഴെ കിടക്കണ്ട്, ബെറ്റ് ഒരെണ്ണം മിസ്സിങ് ആണ്. അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചത് എടുത്ത് കളഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വീണ്ടും തേച്ചിട്ട് പോയി. എന്നിട്ട് ഞാനത് എടുത്ത് മാറ്റി വെച്ച്. ഇനി സ്റ്റിക്കർ ബുക്കാണ്, നമ്മുടെ 5 രൂപയ്ക്ക് ഇട്ടുണ്ടതില്ല. അത് ഞാൻ ചുമ്മാ ഒരു കളക്ഷന് വേണ്ടി ചുമ്മാ അത് ഞാൻ കളക്ട് ചെയ്ത് വെക്കണതാണ്. എനിക്കിങ്ങനെ കളക്ട് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്, സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇതും ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടൈപ്പാണ് ഉള്ളത്. 2 ഉണ്ടല്ലോ, അത് സെയിം തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ വേറെ ടൈപ്പ് സ്റ്റിക്കേഴ്സ്. അതെനിക്ക് ഒട്ടിക്കാൻ വേണ്ടിയായതുകൊണ്ട് അവിടെ തന്നെ വെച്ചേക്കാണ്. പിന്നെ അതേ ഈ സ്റ്റാർ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റാർസ് ഇങ്ങനെ പറഞ്ഞു വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. 2 സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു വരും. ഞാൻ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ തിരിച്ച് അവിടെ തന്നെ എടുത്ത് വെച്ചു. ഇനി എന്താണെന്ന് വെച്ചാൽ 5-മതാണ്. 5-മത് ഇനി എന്താണെന്ന് ഞാൻ ആലോചിക്കാൻ എടുക്കാൻ. അപ്പോൾ എൻ്റെ ഇതാണ് വാഷി ടേപ്സ്. 60 ഉണ്ട്. ഒരു കിറ്റിൽ 10 വെച്ച് കിട്ടും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ 3 കാണിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇനി 3 കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്കിത് പിടിക്കാൻ പറ്റുന്നുണ്ടായില്ല, ടേബിളിൽ സ്ഥലം ഉണ്ടായില്ല. പിന്നെ ടേബിളിൽ ആ സാധനം ഇരിക്കാനുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ പറഞ്ഞു എന്തോ ഒരു സാധനം എടുത്തു തരാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീഡിയോ കട്ട് ചെയ്തു. എന്നിട്ട് 6-മത് എന്താണെന്ന് വെച്ചാണ്ടല്ലോ, ഈ നെയിൽസ് ഡബിൾ സൈഡ് ടേപ്പ്, പിന്നെ സെലോ ടേപ്പ്, 2 ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട് കേട്ടോ. സെലോ ടേപ്പ് 2 ഡബിൾ സൈഡ് ടേപ്പ്, അത്രേ ഉള്ളൂ സാധനം. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ബോക്സ്. ഇത് ഞാനൊരു ചുമ്മാ പണ്ടെനിക്കിങ്ങനെ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടണം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനത്തെ സാധനം ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനൊന്നും ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ എയർ ക്ലേ ഇല്ലേ, അതിങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റുള്ള സാധനമാണ്. ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം കാണിച്ചു തരാൻ ആഗ്രഹം ഉണ്ടായ ഓരോന്ന്, പക്ഷേ താഴത്തോട്ട് വീണ് പോയിട്ടുണ്ടായി കുറേ സ്കെച്ചൊക്കെ. പിന്നെ ഇത് ഞാൻ നേരത്തെ വർഷം മേടിച്ചതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മുമ്പിൽ ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. 200 രൂപയ്ക്ക് മേടിച്ചാണ്. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി മേടിച്ചാണ്. എനിക്കിത് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ അത് യൂസും ചെയ്യാനുള്ള. ഇതിനകത്ത് എന്താണെന്നറിയാം പ്രശ്നം, ഓക്കെ എല്ലാം ഉണ്ട്, ട്രാൻസ്പെറൻറ്റ് സ്കെയിലൊക്കെ ഉണ്ട്. പക്ഷേ വാട്ടർ കളറൊക്കെ ഓക്കെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ ഓയിൽ പേസ്റ്റിന് വെച്ചിട്ടുണ്ടായി. പിന്നെ ഈ സ്കെച്ചും ഒക്കെയാണ്. ഈ കളർ പെൻസിലും ഓയിൽ പേസ്റ്റും ഇല്ലേ, അത് ഭയങ്കര അടിക്കുമ്പോൾ ഓയിൽ പേസ്റ്റൊക്കെ മെഴുകിയ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അങ്ങനെ ഉണ്ടായില്ല. പിന്നെ നമ്മൾ വന്ന മഴ വറക്കരുത് കേട്ടോ. അത് ഞാൻ ഇതേപോലെ ട്രാൻസിഷൻ ചെയ്യാൻ ആയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോസാക്കിയിട്ട് കഴിഞ്ഞിട്ട് 2-മത് എടുത്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോ, ഇത് കാണിച്ചപ്പോൾ തന്നെ ട്രാൻസിഷൻ കാരണമാണെന്ന് അറിയില്ല, അപ്പം തന്നെ കറണ്ടും പോയിട്ടുണ്ടായി, വെളിച്ചവും പോയി. അപ്പം ജനൽ തുറന്നിട്ടുകൊണ്ട് ഭാഗ്യം. പിന്നെ ഇത് ഞാൻ എയർ ക്ലൈൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ എൻ്റെ ഒരു വൈറ്റ് ക്ലിപ്പിൽ ഞാൻ ഇതേപോലെ പൂവൊക്കെ ചെയ്തിട്ടുണ്ട്. തലയിലിരിക്കുന്ന ഹെയർ ബാൻഡിൻ്റെ പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2-മത് വേറെ അലങ്കോലം ചെയ്യാത്തതുകൊണ്ട് അത് നല്ലതായിട്ടിരിക്കട്ടെ. പിന്നെ ഇത് നമുക്ക് 20 രൂപയ്ക്ക് എന്തായാലും 20 രൂപയിൽ 50-100 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ 2 മേടിച്ചു. അത് കഴിഞ്ഞിട്ട് വാട്ടർ കളേഴ്സ് ഉണ്ടായി. അത് കഴിഞ്ഞ് ഓയിൽ പേസ്റ്റ് ഉണ്ടായി. ഇത് എൻ്റെ കയ്യിൽ 2 ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഇതൊക്കെ ഡ്രോയിങ് ചെയ്യണം, അടുത്ത് സ്റ്റേഷനറി ഐറ്റംസിനോട് ആഗ്രഹമായി. പിന്നെ ബുക്സൊക്കെ ഉണ്ടായി. ചെറിയ മിനി ബുക്ക് ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഇതും ഒരു ഓയിൽ പേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. കണ്ടോ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണല്ലേ. അത് ഞാനത് 4 പഠിക്കുമ്പോൾ, ഞാനിപ്പോൾ 6-ലാണ്, 4 പഠിക്കുമ്പോൾ ഉള്ളതാണ് കേട്ടോ. അതൊക്കെ ഞാനത് സൂക്ഷിച്ച് വെക്കും. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സൂക്ഷിച്ച് വെക്കണം. പിന്നെ ഒരു സ്കെച്ച് ഇങ്ങനെ പെട്ടെന്ന് പടർന്ന് പോകണോണ്ടുള്ള ആ സ്കെച്ചാണ് കേട്ടോ. പിന്നെ അടുത്ത നോർമൽ സ്കെച്ച്. അത് കഴിഞ്ഞ് ഈ ഒരു ജേണൽ ഡയറി, ഡയറി കിട്ടിയതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു സ്കെച്ച് മേടിക്കാൻ കാരണം എന്താണെന്നറിയോ, ബ്രഷ് പെൻ. ആ സ്കെച്ചില്ലേ, എൻ്റെ ആദ്യം ഞാൻ കാണിച്ചത് റെഡ് ക്യാമലിൻ്റെ, അതിങ്ങനെ നല്ലതാണ്. പക്ഷേ അത് പെട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. പക്ഷേ ഇത് പേസ്റ്റൽ കളറായതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ലാസ്റ്റ് വലിയൊരു കളറാണ്, വാക്സ് ക്രയോൺ ചെറുതിൻ്റെ പോലത്തെ. പിന്നെ ഈ സാധനം ഉണ്ടായി. ഇത്രേ ഉള്ളൂ നമ്മുടെ സാധനങ്ങൾ. ഓക്കെ, ബായ്. പിന്നെയാണ് ആലോചിക്കണത് ഒരു സാധനം കൂടി ഉണ്ടെന്ന്.
കത്രികയുടെ സാധനമൊക്കെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അതൊക്കെ ഞാൻ വേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ചിലതൊക്കെ ഇടും. എനിക്ക് മടിയാണ് എനിക്ക് കൊണ്ട് കളയാൻ. പിന്നെ ഞാൻ കാണിച്ച സാധനങ്ങളൊക്കെ വീണ്ടും കാണിച്ചു. പിന്നെ ഞാൻ കുറേ കളേഴ്സൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായി. എനിക്ക് മിക്കതൊന്നും ഞാൻ കളഞ്ഞിട്ടുണ്ടായില്ല, കാണിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതേപോലെ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ബൈ.